നമുക്ക് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കാനായി ഇപ്പോൾ നമ്മളുടെ കൂടെ ചേരുന്നത് ശ്രീ ഷോൺ ജോർജ് ആണ്. ഗുഡ് ഈവനിങ് ശ്രീ ഷോൺ ജോർജ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, പാലക്കാടൻ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഭിന്നതയൊക്കെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പലപ്പോഴും അവിടെ കോൺഗ്രസിൻ്റെ വിജയം എന്ന് പറയുന്നത് പൂഞ്ഞാറിൽ സംഭവിച്ചതുപോലെ ഉള്ള ഒരു കാര്യമാണോ? അതിൻ്റെ ഒരു തനിയാവർത്തനം തന്നെയായിരുന്നോ ഈ പാലക്കാടും നടന്നത്? എന്ത് തോന്നുന്നു? കൃത്യമായ ഒരു കൺസൾട്ടേഷൻ. അത് ഞാൻ ആദ്യമായി തന്നെ പറയട്ടെ, ഞാനൊരു വർഗീയതയുടെ ഷോയോടുകൂടി സംസാരിക്കല്ല. അല്ല, നമുക്ക് വസ്തുതകൾ പറയാലോ. തീർച്ചയായിട്ടും മുസ്ലിം സമുദായം പോലും അറിയാതെ അവരെ ചില ഭീതിയുടെ സ്വരങ്ങളിലൂടെ അവരുടെ വോട്ട് ഏകീകരിക്കുന്ന ഒരു തന്ത്രം കഴിഞ്ഞ 5 വർഷക്കാലമായി കേരള സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. 2016, 2021 തെരഞ്ഞെടുപ്പുകളിൽ 2021 ആദ്യമായി ഈ പരീക്ഷണം വിജയിക്കുന്നത്. കാരണം ഈ ഒരു മുസ്ലിം വിരുദ്ധനായ ഒരു വ്യക്തി ജയിച്ചു പോകാതിരിക്കാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അതിന് രാഷ്ട്രീയം പ്രശ്നമല്ല, പാർട്ടി പ്രശ്നമല്ല, അതിനപ്പുറത്തേക്ക് മുസ്ലിം എന്നുള്ള വികാരം ഉണ്ടാകണം എന്ന് വലിയ പ്രചരണം കൊടുക്കുകയും ഇയാൾ ജയിക്കുന്ന അല്ലെങ്കിൽ ഈ വ്യക്തി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഇസ്ലാം സമൂഹത്തിന് വലിയ അപമാനം ഉണ്ടാകുമെന്നും അതുവഴി വലിയ ദോഷമുണ്ടാകുമെന്നുള്ള പ്രചരണം കൊടുത്ത് ഒരു ഭയം ജനിപ്പിക്കും. അത് ഓൾ ഇന്ത്യ തലത്തിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളായി കോൺഗ്രസ് പരീക്ഷിക്കുന്നതാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടി ഓൾ ഇന്ത്യ തലത്തിൽ പ്രചരിപ്പിച്ച ഒരു കാര്യം ഇതാണ്: മോഡി 3ാമത് അധികാരത്തിൽ വരുന്നു. 2 പ്രാവശ്യം കൃത്യമായി മോഡി ഇവിടെ ഭരിച്ചിട്ട് അഭിമാനത്തോടു കൂടി പറയാമല്ലോ, ഈ ചുറ്റുവട്ടമുള്ള രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ മുസ്ലിം സഹോദരങ്ങൾ ഏറ്റവും സുരക്ഷിതമായി ജീവിക്കുന്ന രാജ്യം ഇന്ത്യയാണ് എന്നുള്ളത് നമുക്ക് യാതൊരു സംശയമില്ല. നമുക്ക് എല്ലാവർക്കും ഇവിടുത്തെ ആരും അതിന് തർക്കിക്കില്ല. പക്ഷെ വീണ്ടും 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 ഭീതി ജനിപ്പിക്കുകയാണ്. നരേന്ദ്രമോദി ഇപ്പൊ ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നെടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു സുരക്ഷിതരല്ല എന്ന് പറയുന്ന ഒരു സുരക്ഷിതത്വ ബോധം അവർക്ക് ഇടയിലേക്ക് വലിയ രീതിയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ആ ബോധത്തിൽ അവര് സുരക്ഷിതരല്ല എന്നുള്ള ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ അവരെ കൺസോൾട്ടേറ്റ് ചെയ്യാണ്. ശരിക്കും ഈ പറയുന്ന SDP കൂടി വന്ന ഒരു നിയോജകമണ്ഡലത്തിൽ 2000 വോട്ടേ കാണുള്ളൂ. ഈ 2000 പേര് നടത്തുന്ന പ്രചരണങ്ങൾ വീടുകൾ കയറി ഇറങ്ങി അവർ നമ്മുടെ സമുദായം എന്ന നിലയിലുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ അവർക്കത് കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നു. തീർച്ചയായിട്ടും പാലക്കാടും സംഭവിച്ചത് തന്നെയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ, പാലക്കാട് ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ്. ചേലക്കരയിൽ ഇവിടെ കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 15,000 വോട്ട് കുറഞ്ഞു. അതിവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. ചേലക്കരയിൽ BJPക്ക് 10,000 വോട്ട് കൂടി. അതിവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് 10% വോട്ട് കുറഞ്ഞപ്പോൾ BJPക്ക് 1.5% വോട്ട് ചോർച്ച ഉണ്ടായത്. അത് മാത്രമല്ല, പ്രത്യേകിച്ച് ബത്തേരി ഉൾപ്പെടെയുള്ള നിയോജകമണ്ഡലങ്ങളിൽ 97 ബൂത്തുകളിൽ BJP 2ാം സ്ഥാനത്ത് വന്നു. മാനന്തവാടിയിൽ, അതുപോലെ താമരശ്ശേരിയിൽ, ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ വളരെ സംഘടനാ സംവിധാനം വോട്ടും വളരെ കുറവായിരുന്ന ബൂത്തുകളിൽ BJP 2ാം സ്ഥാനത്തേക്ക് വന്നു. അതിവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. പാലക്കാട് BJPയുടെ തോൽവി അത് ആഘോഷിക്കപ്പെടുകയാണ്. ഒരു പരിധി വരെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവിടെ എല്ലാ മാധ്യമങ്ങളും വലിയ രീതിയിൽ BJPയെ വേട്ടയാടുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ആസൂത്രിതമായ കോൺഗ്രസിന്റെ ആ ശ്രമത്തിൽ, അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആ ശ്രമത്തിൽ നമ്മുടെ മാധ്യമങ്ങളും പെട്ടുപോകുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ മഹാരാഷ്ട്രയിൽ 3-2 ഭൂരിപക്ഷത്തിന് മുകളിൽ BJP അധികാരത്തിൽ. ഇവിടെ ചർച്ചയില്ല. ഇവിടെ ബാക്കി നിയോജകമണ്ഡലങ്ങളെ കുറിച്ച് ചർച്ചയില്ല. പാലക്കാട് തോറ്റതിനെ കുറിച്ചാണ് ചർച്ച. പാലക്കാട് മുനിസിപ്പാലിറ്റി, ഞാനൊരു കാര്യം പറയട്ടെ, മുനിസിപ്പൽ കൗൺസിലർമാരായിരുന്നു പുള്ളിക്കാരത്തിന്. ഈ നമ്മുടെ കൃഷ്ണകുമാരേട്ടന്റെ ഭാര്യ മുനിസിപ്പൽ കൗൺസിലറാണ്. അവിടെ കൃഷ്ണകുമാരേട്ടൻ മുമ്പ് കൗൺസിലറായിരുന്നു, വൈസ് ചെയർമാനായിരുന്നു. അപ്പം BJPക്ക് അത്ര ശക്തിയുള്ള ഒരു മേഖലയിൽ സ്വാഭാവികമായും കൗൺസിലർമാർക്കിടയിലൊക്കെ അവർക്ക് വളരെ താഴെ തട്ടിൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് കൃഷ്ണകുമാർ. അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാനൊരു കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ 100 പേർക്ക് എല്ലാവരും തീരുമാനിച്ചിട്ടാണ് ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നതല്ല. അതിനകത്ത് ഏറ്റവും ഭൂരിപക്ഷം ആളുകളുടെ തീരുമാനപ്രകാരമാണ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. സ്വാഭാവികമായും 1-2 ആളുകൾക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരെ കൃത്യമായി തപ്പിപ്പിടിച്ച് അവരുടെ കമന്റ് എടുക്കുകയും അതൊരു വിവാദമാക്കുകയും മാറ്റി. ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം. ഇന്നലെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി സംസ്ഥാന ഭാരവാഹികളുടെ യോഗമായിരുന്നു. ഇന്നലെ ആ കമ്മിറ്റിയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. എന്തെങ്കിലും ഒരു അപസ്വരം ഈ പാർട്ടിയുടെ കമ്മിറ്റിയിൽ എവിടെയും കേട്ടിട്ടില്ല, കേൾക്കുകയുമില്ല. കാരണം എന്താണ് ഇന്ന് സംസ്ഥാന നേതൃത്വം ഈ തെരഞ്ഞെടുപ്പുകൾ എടുത്ത പണി എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. വളരെ സത്യസന്ധത പറയട്ടെ, കെ സുരേന്ദ്രൻ എല്ലാവരും ഏറ്റവും അധികം പീഡിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹം അങ്ങനെ ആരെങ്കിലും അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് ആക്ഷേപം പറഞ്ഞ് അതിനെ ന്യായീകരിക്കാനോ
അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ന്യായീകരിക്കാനൊന്നും പോകുന്ന സ്വഭാവമില്ല. അത് ഒരു ചിലപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ അതൊരു കുറ്റമായിരിക്കാം. പക്ഷേ അദ്ദേഹം എടുത്ത പണി എന്താണെന്ന് നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അത്രമാത്രം അവിടെ നിന്ന് കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. വരും തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിലൊരു കൺസൾട്ടേഷന് സാധ്യതയില്ലേ? അതിനെതിരെ പ്രവർത്തിക്കേണ്ടതും അത്യാവശ്യമല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഈ എല്ലാവരും പറഞ്ഞതിന് വിരുദ്ധമായി ഞാൻ പറയുമ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് BJP-യെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ മുന്നേറ്റത്തിന്റെ തുടക്കമായി മാറും. കാരണം ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരള സമൂഹത്തിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊരു വാക്ക് നമ്മളിപ്പം ചർച്ച ചെയ്യപ്പെട്ടു. ഇന്നലെ എല്ലാ ചാനലുകളും ആ വാക്ക് ഉദ്ധരിച്ചു. ഇതിനു മുമ്പ് അത് പറയാൻ ഒരു ചാനലുകളും തയ്യാറാവില്ലായിരുന്നു. ഒരുപക്ഷെ ഷക്കീന മാത്രമായിരുന്നു ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊരു വാക്ക് കേരളത്തിൽ ചർച്ചയാവുന്നു. ഈ പാലക്കാട്ടെ തോൽവിയിലൂടെ ഈ ഈ ഈ ന്യൂനപക്ഷ ഏകീകരണം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഈ പൊളിറ്റിക്കൽ ബുദ്ധിയെ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയും. ഇനി BJP-യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉത്തരവാദിത്വം അതാണ്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഴുവൻ നിയോജകമണ്ഡലങ്ങളിൽ നമ്മൾ എത്തിക്കും. മാത്രമല്ല അത് ഇവിടെ മാത്രമല്ല, മുസ്ലിം സമുദായത്തിനിടയിലും ഇവർ നിങ്ങളെ മുതലെടുക്കുകയാണ് എന്ന് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാം, ചുറ്റുവട്ടമുള്ള സംസ്ഥാനങ്ങളെല്ലാം നോക്കിയേ, അല്ല ചുറ്റുവട്ടുള്ള രാജ്യങ്ങളൊക്കെ നോക്കിയേ, ബംഗ്ലാദേശ് ആകട്ടെ, പാകിസ്ഥാൻ ആകട്ടെ, ഇതെല്ലാം ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ സ്ഥലമാണല്ലോ പാകിസ്ഥാൻ. എന്താ പാകിസ്ഥാന്റെ അവസ്ഥ? വർഗീയ കലാപങ്ങളും ക്രൂരതകളും ഭരണ സ്തംഭനവും എന്ന് വേണ്ട ഇന്ത്യയുടെ 10-1. ഒരു കാലത്ത് നമുക്കറിയാം, ഇന്ത്യക്ക് ഒപ്പം നിന്ന് ഇന്ത്യക്ക് എപ്പോഴും ഭീഷണിയായിരുന്ന പാകിസ്ഥാൻ ഇന്നൊരു പട്ടിണി രാജ്യമാണ്. എന്താ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം? ഇത് അവരെയും നശിപ്പിക്കുകയാണെന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അഫ്ഗാനിസ്ഥാൻ എത്ര നല്ല രീതിയിൽ പൊക്കൊണ്ടിരുന്ന രാജ്യമാണ്. ടർക്കി എത്ര നല്ല രീതിയിൽ പൊക്കൊണ്ടിരുന്നു. ശരിക്കും ശ്രീ ഷോൺ ജോർജ്, ഈ കഴിഞ്ഞൊരു 10 വർഷം എടുക്കുകയാണെങ്കിൽ നമ്മളുടെ നാട്ടിൻപുറങ്ങളിൽ പോലും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ശക്തി കൂടി വരുന്നതായിട്ട് തോന്നുന്നില്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് നമ്മൾ മാത്രമായിരിക്കാം പലപ്പോഴും ഉച്ചരിക്കുന്നത്. അവരുടെ ശക്തി കൂടി വരികയാണ്, അതിനുവേണ്ടി തന്നെ അവർ പ്രവർത്തിക്കുകയാണ് എന്നൊരു തോന്നൽ ഉണ്ടായിട്ടില്ലേ? പല തരത്തിലാണ് ഇവർ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. മതപരമായി വിശ്വാസം വളർത്തുക എന്നുള്ള ഒന്നാം ഘട്ടത്തിലേക്ക് പോവുകയും, രണ്ടാം ഘട്ടത്തില് ഇവര് ഈ എതിർ ശബ്ദം, പ്രത്യേകിച്ചും ഞാൻ ഇപ്പോഴും പറയാമല്ലോ, ഇപ്പോഴും മുസ്ലിം സമുദായത്തിൽ പകുതിയിലധികം വരുന്ന ഒരു ജനസമൂഹം ഈ നാട്ടിൽ മതേതരത്വം ഇവര് പറയുന്ന LDF-ഉം UDF-ഉം പറയുന്ന മതേതരത്വം അല്ല, യഥാർത്ഥ മതേതരത്വം പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ മുസ്ലിം സമൂഹമുണ്ട്. പക്ഷെ അവർ സംഘടിതമല്ല. അവർ പ്രതികരിച്ചാൽ അയാളെ സമുദായ വിരുദ്ധനാക്കും. ഇപ്പോ സത്യം പറയുന്ന മുസ്ലിം സമൂഹത്തിലുള്ള ആളുകളെ അവരെ സമുദായ വിരുദ്ധനാക്കും. ഇപ്പം PC ജോർജിനെ ഈരാറ്റുപേട്ടയിൽ ഒരു കല്യാണം വിളിച്ചാൽ, നമുക്കൊന്നും അറിയാൻ മേലാത്തൊരു കാര്യമാണ്, ഒരു കല്യാണം വിളിച്ചാൽ ആ കല്യാണം രജിസ്റ്റർ ചെയ്ത് കൊടുക്കില്ല എന്ന് SDP-യുടെ സമ്മർദ്ദത്തിൽ ഒരു പള്ളി മഹൽ കമ്മിറ്റി തീരുമാനമെടുത്തു. എന്താ ആ PC ജോർജിനെ കല്യാണം വിളിച്ചാൽ കല്യാണം രജിസ്റ്റർ ചെയ്ത് കൊടുക്കില്ല, പിന്നെ എങ്ങനെ വിളിക്കും? അപ്പം ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് ഏതു സാധാരണ, പിന്നെ എന്റെ മകളുടെയും എന്റെ മകന്റെയും ജീവിതം ഞാൻ ഇനി PC ജോർജിനുള്ള സ്നേഹം കൊണ്ട് കളയണോ? സ്വാഭാവികമായിട്ട് ആ സമ്മർദ്ദത്തിൽ ആ വ്യക്തിയും വഴങ്ങേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ ഈ നിഷ്പക്ഷമായി നിൽക്കുന്ന അല്ലെങ്കിൽ യഥാർത്ഥ സെക്യുലർ സ്വഭാവമുള്ള ഇസ്ലാം സഹോദരങ്ങളെയും ഇവർ ഇതിൽ പെടുത്തുകയാണ്. അവർക്ക് വേറെ നിവൃത്തിയില്ല, ഇതിനെ അനുസരിച്ചേ മതിയാവും എന്നുള്ള സ്ഥിതിയിലേക്ക് പോകുന്നു. ഇത് ഇപ്പോഴുള്ള സാഹചര്യത്തിനപ്പുറത്തേക്ക് ഒരു 2 തെരഞ്ഞെടുപ്പ് 2026 കഴിഞ്ഞിട്ട് 2031 തെരഞ്ഞെടുപ്പിൽ ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ടാകില്ല, CPM ഉണ്ടാകില്ല, ഇവിടെ കോൺഗ്രസ് ഉണ്ടാകില്ല, ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വളരെ ശക്തമായ രീതിയിലുള്ള ഒരു അവബോധം ഈ ജനങ്ങളിലേക്ക് ഉണ്ടാക്കേണ്ട ഒരു ബാധ്യത ഇപ്പൊ BJP-ക്ക് കടന്നു വന്നിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ആ ബോധം ഇനി ഉണ്ടായില്ലെങ്കിൽ ഇത് മറ്റൊരു ലെബനായിട്ട് മാറും, മറ്റൊരു തുർക്കിയായി മാറും ഈ രാജ്യം. പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു കോൺസെൻട്രേഷൻ സെന്റർ ആണ്. ഇന്ത്യ ഒട്ടാകെ ഇവർ പരീക്ഷിച്ചിട്ട് ഇന്ന് കേരളമാണ് അവർക്ക് ഏറ്റവും നല്ല വിളനിലമെന്ന് അവർക്ക് മനസ്സിലായിരിക്കുന്നു. കാരണം ഇവിടെ BJP ഇല്ല പ്രതിരോധിക്കാൻ. BJP അധികാരത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ BJP അധികാരത്തിൽ എത്തിക്കാതെ ഒരു സംസ്ഥാനമെങ്കിലും BJP-യിൽ നിന്നും മാറ്റി നിർത്താം. തമിഴ്നാട്ടിൽ ഇവരുടെ വെളിച്ചം നടക്കില്ല, അത് മറ്റൊരു സംസ്കാരമാണ്. ദ്രാവിഡ സംസ്കാരം നിൽക്കുന്ന പാർട്ടികൾക്കിടയിലേക്ക് അവർക്ക് ഈ തരത്തിൽ വർഗീയത കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ അവർക്കത് കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തോടൊപ്പം നിന്നു, ഇപ്പം ചാഞ്ഞ് വലതുപക്ഷത്തോടായി. അത് കുറച്ചു കാലം, അത് വലതുപക്ഷത്തോടെ ഇടതുപക്ഷത്തോടുള്ള സ്നേഹമല്ല, അവർക്ക് ഒറ്റ സ്നേഹമുള്ളൂ. അവർക്ക് തീവ്രവാദികൾ രാജ്യവിരുദ്ധ നിലപാടിനെ സ്നേഹമുള്ളൂ. പക്ഷെ ഇപ്പോ വലതുപക്ഷത്തോടൊന്ന് ചാഞ്ഞിരിക്കുന്നു. ഇനി വലതുപക്ഷം കൊണ്ടുള്ളതല്ല, അവർക്ക് ലാഭം ഇടതുപക്ഷമാണെന്ന് തോന്നിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഇടതുപക്ഷത്തോട്ട് ചായും. ശ്രീ ഷോൺ ജോർജ്, വളരെ നന്ദി.